എല്ലാവർക്കും നമസ്കാരം. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ നാഗംകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ്. ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പത്തിരിപ്പാലർ സെൻട്രലായിട്ട് തടുക്കശ്ശേരി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഒരു രാജാവ് വരികയുണ്ടായി ഈ സ്ഥലത്തേക്ക്. രാജാവിൻ്റെ കൂടെ 2 നാഗങ്ങൾ സഹായിയായിട്ട് വന്നു എന്നും ഈ കുളത്തിൻ്റെ പ്രദേശത്തെത്തിയപ്പോൾ രാജാവ് ഒരു കൊട അവിടെ വെച്ചു എന്നും ആ കൊട അവിടുന്ന് എടുക്കാൻ പറ്റാതെ വന്നു എന്നും നാഗങ്ങളെ കാണാതെ ആയി എന്നുമാണ് പണ്ടുള്ള ആൾക്കാർ പുരാണ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കുട എടുത്തപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും ആ ക്ഷേത്രത്തിന് നാഗംകുളങ്ങര എന്നു പേരിടണമെന്നും പറയുകയുണ്ടായി. 4 പുറവും വെള്ളമാണ്. ഈ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ 4 ഭാഗത്തു കൂടിയും വെള്ളമാണ്. നാഗൻ ചിറയായിരുന്നു ഇത്. അത് കാലക്രമേണ പൗരാണികരായിട്ടുള്ള ആൾക്കാർ വന്ന് പ്രായമായവരുടെ നേതൃത്വത്തിൽ ഒരു പണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഒരു സഭ കൂടിയിട്ട് ഒരു കുളം നിർമ്മിക്കുകയും അതിൻ്റെ അടുത്തായി ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. അവിടെ ഭഗവതിയെ സ്ഥാപിച്ചു എന്നാണ് പറയണത്. വേറൊരു പ്രശ്ന വിചാരത്തിൽ പറഞ്ഞത് ഇവിടെ ശ്രീകൃഷ്ണനാണ് കൂടുതൽ സ്ഥിതി ചെയ്യുന്നത്, ശ്രീകൃഷ്ണന്റെ സാമീപ്യമാണ് എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് നരസിംഹമൂർത്തിയുടെ അവതാരമാണ്. പ്രഹ്ലാദ സ്തുതി ചെയ്യുന്ന നരസിംഹമൂർത്തിയാണ്. നരസിംഹാവതാരം കഴിഞ്ഞിട്ട് പ്രഹ്ലാദ സ്തുതി ചെയ്യുന്ന ശാന്തമൂർത്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നും ഒരു കഥയിൽ പറയുന്നുണ്ട്. എന്തായാലും മഹാവിഷ്ണുവിനും ഭഗവതിക്കും രണ്ടും തുല്യമായ പ്രാധാന്യം ഈ ക്ഷേത്രത്തിലുണ്ട്. ഉപദേവന്മാരായി അയ്യപ്പനും ഗണപതിയുമുണ്ട്. അത് പൂർണ്ണാപുഷ്കല സമേത ശ്രീ ധർമ്മശാസ്താവാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ അമ്പലത്തിൽ പ്രധാനമായ ഉത്സവം ധാരികാവതം കളംപാട്ടാണ്. അത് 50 ദിവസം നീണ്ടു നിൽക്കുന്നു. 50-ാം ദിവസം ഗംഭീരമായ താലപ്പടിയോടുകൂടി അത് സമാപിക്കുന്നു. ഇവിടെ തന്നെ അടുത്തുള്ള ഒരു പാടത്ത് ഇവിടെ പൗരാണികമായിട്ട് ഒരാൾക്കാർ ആ ഭാഗം വന്ന് ചെത്തിക്കോഴി നേരാക്കുകയും അവിടെയാണ് താലം നിരത്തുന്നത്. അത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവമാണ്. അവിടെയാണ് ഇന്നും പോയി താലം നിരത്തി വരുന്നത്. ഭഗവാനും ഒരുപാട് വിശേഷമായിട്ട് ഇവിടെ പായസങ്ങൾ 30 വ്യാഴാഴ്ച ഇവിടെ പായസം 50-60 പാൽപ്പായസം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അഷ്ടമിരോഹിണി ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. നാരായണീയം പതിവായി എല്ലാ മാസവും 30 തിങ്കളാഴ്ച നാരായണീയം ആഘോഷിച്ചു വരുന്നു. നാരായണീയം ഇവിടെ ഒരു മാതൃസമിതി ഉണ്ടാക്കി അവിടെ ചെല്ലി വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷണങ്ങൾ. വീരോ നിർഗളിതോ ദഗർഗബലഗോ വൃണ്ണൻ വിചിത്രശ്രമാൻ വൃണ്ണൻ പുനരാപപാദഭുവനഗ്രാസോദ്യതം ത്വാമഹോ ഗ്രാമ്യദ്യം ഗിരിജാതമം പുനരവി പ്രോദ്ഗൃഹ്യദോർഭ്യം ജവാ ദോരേ ദോരയുഗേ നിപാദ്യ നഗരാൻ ഉത്കായ വക്ഷോ ഭുവി നിർഭിന്ദന്യതിഗർഭനിർഭരകളാംബുബദ്ധോത്സവം പായം പായമുദയം ഹതമാശു രക്തലഹരീ സിദ്ധോന്നമദ്ദശ്മണി പ്രത്യുത്പത്യ സമസ്ത ദൈത്യപടലിം ചാഖാദ്യമാനേ ത്വയി ബ്രാഹ്മ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്തരം പ്രോത്സർഗജരം ചരാചരമഹോ ദുസ്താമവസ്ഥാം തദോ ഘോരാന്തരമാലാദരം ത്വമധ്യേ സമവിദ്ധരോഷമുഷിതം ഗുർവാരവം ഔപ്യക്ഷതരോഷദാംനി ഭവതി ബ്രഹ്മജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപവയേ കാരുണ്യവാരാകുലാ ശാന്തസ്തം കരമസ്യ മൂർധ്നി സമദാ സ്തോത്രൈരഥോദ്ഗായതാ തസ്യാ കാമധിയോ വിതേനിതവരം ലോകായ ചാനുഗ്രഹം ഏവം നാട്യതരൗദ്രചേഷ്ടിത വിഭോ ത്രിരാവണീയാപിതാ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമാൻ അത്യന്ത ശുദ്ധാകൃതേ തത്രാസഞ്ജികയോദരം പുനരഭോ തത്ര
ഗംഗയെ പ്രഹ്ലാദപ്രിയഹേ മരുപുരപദേ സർവാമയാ പാഹി മാം. മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമ്യഹം. ശ്രീഹരയേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യ ഗണ്ഡാധിരാജ ത്വൽഭക്താത്മാ ചന്ദനാദ്രൗകദാജേ ത്വൽസേവായാം മഗ്നധീരായുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. കുംഭോദ്ബോധി സംവൃതരോദവാര ശബ്ദാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി. ശബ്ദൈതൈനം ഹൃദ്യവാസോ വിലേവേ അസ്തീന്ദ്രസ്ത്വം ത്വസ്മൃതി വ്യക്തിധന്യം. സാധ്യേർനാഹമിത്യപ്രയാദേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗ സാക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. ഹസ്തീന്ദ്രം തം ഹസ്തപദ്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം വ്യദാരി. ഗന്ധർവേസ്മിन् മുക്തശാപേ സഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഏതദൃഷ്ടം ത്വം തമാം ചക്രേയോ ആയസ്വയം ഭൂയത്തെ ശ്രേയസേ ത്വാം. വിഷ്ണുസ്തേനം തേന സാക്ഷാദ്വദത്തം വിഷ്ണം വിഷ്ണോ വാദിവാദാരയേതാം. ഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദിവ്യമാല്യം ചക്രായ സ്വയമുപതായ തസ്ത്രഭൂയ. നാഗേന്ദ്ര പ്രതിമൃതദേശാപചക്രം സാക്ഷാന്തീശ്വരിതര ദേവതാംശജാനാം. ശാപേന പ്രേരിതരേന്ദ്രേ ദേവേഷു അസുരേഷു നിഷ്പ്രഭേഷു. സർവാദ്ര കമലജമേത്യ സർവദേവാ നിർവാണ സർവേ ആവിശ്യ വിജയഗണേ കൃതപരാജേ. വൈവശ്യം പരിശ്രമയജ്ഞ വീരതാമണശോനമതീ. കാരുണ്യാകവതിരദേവാരിവാഹ പ്രാവർത്തന്നമരഗണാന ദൈത്യസംഗാനുനാമ്യകമുദിനകരകരമാണേ. ഹസ്താദോതിരമദ്ദായേ ഏകസ്വം നരേ. അതാണ് പുത്തൻവാരി എന്ന് പറഞ്ഞിട്ട്